നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീൻ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കോച്ചല്ലേ ലയണൽ സ്കലോനി. അങ്ങനെയൊന്നും പറയണ്ട, അതിനും മാത്രമൊന്നുമില്ല എന്ന് പറയാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷേ കണക്കുകൾ വെച്ച് കൃത്യമായി സമർത്ഥിക്കാനാവും. അടുത്തൊരു വേൾഡ് കപ്പിന് ഒരുങ്ങുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ, നന്നായി ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ഒരുമിച്ച് വന്നാലാണ് നമുക്ക് കിരീടത്തിലേക്ക് എത്താൻ പറ്റുക. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് ഇനിയും ഒരു വേൾഡ് കപ്പ് നേടുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അർജൻറ്റീന എല്ലായ്പ്പോഴും വേൾഡ് കപ്പുകളിൽ നല്ല രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യാറുണ്ട്. പോകാവുന്ന അത്ര ദൂരം ഞങ്ങൾ പോകും. തീർച്ചയായിട്ടും ഇത് ഡിഫിക്കൽട്ടാണ്, എന്നാൽ ഇമ്പോസിബിളുമല്ല. ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫ് എല്ലാ സ്മോൾ ഡീറ്റെയിൽസും കൃത്യമായിട്ട് എടുത്ത് പഠിച്ച് അതനുസരിച്ചാണ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാൻസും നഷ്ടപ്പെടാതിരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്ലെയേഴ്സിന് നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രഷറും കൊടുക്കുന്നുമില്ല. കാരണം നമ്മൾ അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ ഫുട്ബോളിലാണ് ജീവിക്കുന്നത്. ഓരോ നിമിഷം പോലും ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ലയണൽ സ്കലോനി പറയുന്നു. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ്. ഗ്രേറ്റസ്റ്റ് എവർ എന്ന് നമ്മൾ അദ്ദേഹത്തെ പറയുമ്പോൾ വെറുതെ എല്ലാന്നും കൂടി മനസ്സിലാക്കുക. 96 മത്സരങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ അർജൻറ്റീനയെ മാനേജ് ചെയ്തിട്ടുള്ളത്. അതിൽ 69 വിജയങ്ങൾ, 18 സമനിലകൾ, 9 തോൽവികൾ. അദ്ദേഹത്തിൻ്റെ കീഴിൽ അർജൻറ്റീന 197 ഗോളുകൾ അടിക്കുകയും 50 ഗോളുകൾ മാത്രം തിരികെ വാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. 78% വിന്നിംഗ് റേറ്റ് എന്നർത്ഥം. അതുപോലെ തന്നെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, നിലവിലെ 2 ടൈം കോപ്പ അമേരിക്കൻ ചാമ്പ്യന്മാരാണ്, അതുപോലെ നിലവിലെ ഫൈനലിസിമ ചാമ്പ്യൻസാണ്. അർജന്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ലോങ്ങസ്റ്റ് അൺബീറ്റൺ റൺ നടത്തിയത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. 36 മത്സരങ്ങൾ, 61 താരങ്ങൾക്ക് അദ്ദേഹം തൻ്റെ കീഴിലെ അരങ്ങേറ്റത്തിനുള്ള അവസരം ഒരുക്കി. ഉറുഗ്വായ്ക്കെതിരെ 12 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം സ്വന്തമാക്കി. വെനിസ്വലയിൽ പോയിട്ട്, ഉറുഗ്വായ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ ഉറുഗ്വായിൽ പോയിട്ട് 12 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം സ്വന്തമാക്കി. വെനിസ്വലയിൽ പോയിട്ട് 14 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം സ്വന്തമാക്കി. ബൊളീവിയയിൽ പോയിട്ട് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം സ്വന്തമാക്കി. പെറുവിൽ പോയിട്ട് 16 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം സ്വന്തമാക്കി. അതോടൊപ്പം തന്നെ ബ്രസീലിനെതിരെ ഹോമിൽ വിജയിക്കുക, സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അങ്ങനെ ബ്രസീലിനെ തോൽപ്പിക്കുന്ന ആദ്യ കോച്ചായിട്ട് കൂടി അദ്ദേഹം മാറി. അർജൻറ്റീനക്കാരനായിട്ടുള്ള ഒരു കോച്ച് നേടാവുന്ന നേട്ടങ്ങളുടെ എല്ലാം ഉയരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് സ്കലോനിയിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, അർജൻറ്റീനയുടെ എക്കാലത്തെയും മികച്ച കോച്ച്, ഗ്രേറ്റസ്റ്റ് എവർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.